വിദ്യാഭ്യാസത്തിലൂടെയുള്ള വളർച്ച, വിദ്യയിലൂടെയുള്ള ഉന്നമനം, ഓരോ കുടുംബത്തിലും വിദ്യാഭ്യാസത്തിന് നൽകി വരുന്ന പ്രാധാന്യം, എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും തങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ തങ്ങൾക്ക് ശേഷമുള്ളവർക്ക് നൽകണമെന്ന വാശി, ഒരാൾക്ക് കിട്ടിയ അനുഭവ പരിചയം ഉടൻ തന്നെ ആ സ്കൂളിലേക്ക് തിരിച്ചു പോയി ആ സ്കൂളിൽ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നൽകണം എന്ന ആ ഒരു ഭാവം, ഇതെല്ലാം വളരെ ഉദാത്തമായിട്ടുള്ള, ഏറെ അനുകരണീയമായിട്ടുള്ള ഒരു 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 അപ്രോച്ചാണ്. അതിൻ്റെ ഫലം ഇന്ന് അരീക്കോടെന്ന ഈ സുന്ദരമായ നാട് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത തലമുറയായിട്ടുള്ള യുവ വിദ്യാർത്ഥികളുമാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. നിങ്ങൾക്കെല്ലാവർക്കും വലിയ പ്രചോദനം നൽകുന്ന രീതിയിലുള്ളൊരു ചരിത്രവും വിദ്യാഭ്യാസ പാരമ്പര്യവും എല്ലാം ഈ നാടിനുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും വലിയ അഭിമാനം നൽകുകയും നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്കും വിദ്യാഭ്യാസം കൈവരിക്കാനുള്ള നിങ്ങളുടെ ആ യാത്രയ്ക്ക് പ്രചോദനമാകുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇവിടെ എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിന് നന്ദി. എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ള ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ ഇവരൊക്കെ കർഷകരായിരുന്നു. രണ്ടുപേർക്കും വിദ്യാഭ്യാസം കുറവായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എഴുതാൻ ഏകദേശം അറിയാമെന്നുള്ളതല്ലാതെ കൂടുതലുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അവരുടെ ഈ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും വീട്ടുകാർക്ക് ഒരു പ്രത്യേക സവിശേഷത ഉണ്ടായിരുന്നു. അതായത് നുള്ളിപ്പെറുക്കി വിറ്റാലും കുട്ടികൾ പഠിക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 80 വർഷമായിട്ടുള്ള ഒരു പ്രൗഢ പാരമ്പര്യമുള്ള ഒരു സ്കൂളും ഒരു സ്ഥാപനവും ഈ മുജാഹിദ്ദീനെ പോലെയുള്ള ഒരു വലിയ പ്രസ്ഥാനവുമൊക്കെ നയിക്കാനുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അന്നത്തെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അന്നാണെങ്കിൽ കുട്ടികൾ ധാരാളമുള്ള കാലവുമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ കുട്ടികളെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ മാതാവ് അവരും പഠിച്ചത് എവിടെയാണ്? അവർക്ക് ചെറിയൊരു പരിചയം മാത്രമുള്ള, ചെറിയൊരു ബന്ധമുള്ള മാത്രമുള്ള ഒരു വീട്ടിലേക്കാണ് അവരെ ആക്കിയത്. അപ്പോൾ കുട്ടിയോട് പറയുന്നത് എന്താണ്? പ്രയാസങ്ങൾ ധാരാളം ഉണ്ടാവും, പക്ഷേ ഈ അവസരം നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നമ്മുടെ ഗ്രാമത്തിൽ താമസിച്ചിരുന്നെങ്കിൽ നിനക്ക് പഠിക്കാനുള്ള ചാൻസ് കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണ് എന്ന് ഓർക്കുകയും നമ്മൾ എന്തിനിവിടെ വന്നു എന്നുള്ള കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന ഒരു ശക്തമായ സന്ദേശമാണ് പറഞ്ഞത്. അപ്പോൾ ഇല്ലായ്മകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ സതീർത്ഥരും അവരുടെ സഹോദരങ്ങളും എല്ലാം വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ മനസ്സുറപ്പിക്കുകയാണ് ചെയ്തത്. ആ ഒരു വലിയ ദർശനം ഞങ്ങൾക്കും അവർ പകർന്നു. അവർ പഠിച്ചത് കൊണ്ട് മാത്രം അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരമുണ്ടായി. അതിലൂടെ കുട്ടികളെ വീണ്ടും കുറേ കൂടി നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള അവസരമുണ്ടായി. പക്ഷേ അവർ നൽകിയ ഈ സന്ദേശം ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ അതെല്ലാം സഹിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്, ലൈഫിലെ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. നമ്മുടെ സ്ട്രഗിൾ എന്താണ്? നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനും മേലോട്ട് പോകാനുമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ആ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് നമുക്ക് തിരികെ റിട്ടേൺസ് നൽകുക? എന്നാണ് അതിൽ നിന്നും നമുക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കുക? അത് ആ വിദ്യാഭ്യാസത്തിനെ കൊണ്ടുപോയി എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കുകയും അർഹതപ്പെട്ട തൊഴിലിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുമ്പോഴാണ്. ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ പല പുതിയ രംഗങ്ങളിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ പണ്ട് നിങ്ങളുടെ പ്രായത്തിലും അല്ലെങ്കിൽ ഇനി വരുന്ന കാലത്തുമൊക്കെ നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ദുർഘടമായ സമയങ്ങളുമൊക്കെ ഈ ഒരു ദിവസത്തേക്കുള്ള നമ്മുടെ നീക്കിയിരിപ്പായിരുന്നു, നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. മറ്റൊരു കാര്യം എന്താണ്? എനിക്ക് തോന്നിയത് എൻ്റെ ചെറുപ്പകാലം മുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് മാത്രമല്ല,
ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അധ്യാപകരുടെ സെൽഫ്ലെസ് ആയിട്ട്, കമ്മിറ്റഡ് ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരുടെ ഒരു നീണ്ട നിരയാണ് നിങ്ങൾക്കുള്ളത്. അവരുടെ സ്കൂളിൽ ക്ലാസ് റൂമുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളെക്കാൾ എത്രയോ അധികം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന സമയത്തിനും പ്രയത്നത്തിനുമൊക്കെ കൂടെ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? സ്കൂളിൻ്റെ പുറത്തും നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്കൂളിൻ്റെ പുറത്തുള്ള പഠനവും ക്ലാസ് റൂമിനകത്തുള്ള പഠനത്തിൻ്റെ അത്രയും തന്നെ പ്രധാനമാണ്. സ്നേഹവും സാഹോദര്യവും പരസ്പര സഹായവും മറ്റുള്ള വ്യക്തികളുടെ അഭിപ്രായത്തിനെ സ്വീകരിക്കാനുള്ള മനോഭാവവും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരെ ഉൾക്കൊള്ളാനുള്ള മഹാമനസ്കതയും എല്ലാം നമ്മൾ പഠിക്കുന്നത് സ്കൂളിലുള്ളതാണ്. അന്യോന്യം കലഹിച്ചും സ്നേഹിച്ചുമൊക്കെ സ്കൂൾ ക്ലാസ് റൂമുകളുടെ പുറത്തുള്ള അനവധി പദ്ധതികൾ ഇവിടെ നേരത്തെ കാണിച്ചല്ലോ. മനുഷ്യത്വപരമായ പല പദ്ധതികളിലേക്കും നമ്മുടെ അന്വേഷണത്തിൻ്റെ പാതകളിലേക്കുമൊക്കെ നിങ്ങളെ തിരിച്ചുവിടുന്ന നിങ്ങളുടെ അധ്യാപകർ ചൂണ്ടുപലകകളായി നിൽക്കുന്നത് ഇതിനു വേണ്ടിയാണ്. മറ്റുള്ള കാര്യങ്ങളിലും നിങ്ങളെല്ലാവരും ഒരു മാതൃകയായി മാറാൻ വേണ്ടി. അങ്ങനെയുള്ള വളരെ ഉദാത്തമായ പല കാര്യങ്ങളും നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നത് ഈ സ്കൂളിൻ്റെ അങ്കണത്തിൽ, ഈ സ്കൂളിൻ്റെ ചുറ്റുപാടിൽ, നമ്മുടെ ചുറ്റുമിരിക്കുന്ന കുട്ടികൾ, നമ്മുടെ സഹോദരി സഹോദരന്മാരിൽ നിന്നാണ്. അതിനെല്ലാം വളക്കൂറുള്ളൊരു മണ്ണായി, വലിയ ഒരു പാരമ്പര്യത്തിൻ്റെ ഇങ്ങേ കണ്ണിയായി നിൽക്കുന്ന ഈ സ്കൂളിൽ പഠിക്കാൻ അവസരം കിട്ടിയ നിങ്ങളെല്ലാവരും ഒരു കണക്കിന് ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. ഹായ് സാർ, ഞാൻ ഇനാര. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ചട്ടക്കൂടുകളെല്ലാം മറികടന്നിട്ട് സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ് സാറെന്ന് എനിക്ക് അറിയാൻ പറ്റി. ഞങ്ങൾക്കറിയേണ്ടത് ഇത് എത്രത്തോളം ഗുണകരമായിട്ട് അല്ലെങ്കിൽ ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫിൽ നോ പറയേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അഭിപ്രായങ്ങൾ പറയേണ്ടത് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും പ്രാഥമികമായ കടമയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ സിവിൽ സർവീസിൽ കയറി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് അവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുകയല്ല ഒരു ഉദ്യോഗസ്ഥൻ്റെ കടമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സർവീസ് ജീവിതത്തിൽ ഈ സ്വന്തമായിട്ട് കുറച്ച് അഭിപ്രായങ്ങൾ കൂടുതൽ പറയുന്ന ഒരുത്തനാണ് ഞാൻ എന്ന് തന്നെയാണ് പൊതുവേ എന്നെക്കുറിച്ച് പറയാറുള്ളത്. ഞാൻ റിട്ടയർ ചെയ്ത സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫെയർവെൽ സ്പീച്ചിൽ പറഞ്ഞു, ഇദ്ദേഹത്തിനെ ചീഫ് സെക്രട്ടറി ആക്കുമ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ സംശയമുണ്ടായിരുന്നു. ഇദ്ദേഹം അഭിപ്രായങ്ങൾ വല്ലാതെ പറയുന്ന ആളാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ക്യാബിനറ്റിൽ ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അനുഭവത്തിൽ എൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയാനുള്ള അവസരം സിവിൽ സർവീസിലുണ്ട്. അത് വിനിയോഗിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ആ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അന്തിമമായ തീരുമാനം എപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കയ്യിലാണ്. നമുക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുള്ളപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ഉത്തരവാദിത്തം എന്താണ്? ആ അഭിപ്രായത്തിനോട് യോജിച്ച് നിൽക്കുന്നില്ലെങ്കിൽ പോലും ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നോ എപ്പോഴാണ് പറയേണ്ടത്? എവിടെയാണോ നിങ്ങളുടെ മനസ്സിൽ നോ ഉള്ളത് അത് നോ ആയിട്ട് തന്നെ പറയണം. നമ്മൾ നോ പറയുമ്പോൾ പോലും നോ പറയേണ്ട രീതികൾ വ്യത്യാസമുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനെ ഞാൻ വിയോജിക്കുന്നു എന്ന് എനിക്ക് പറയാം, പക്ഷേ ഞാൻ സഹകരിക്കില്ല എന്ന് പറയാൻ പാടില്ല. കാരണം മറ്റൊരു അഭിപ്രായം അപ്പുറത്തുണ്ട്, ആ അഭിപ്രായത്തിനോട് നമുക്ക് യോജിപ്പില്ല. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിയമപ്രകാരം ഉള്ള കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കില്ല, നോ എന്ന് പറയാം. പക്ഷേ ഞാൻ നിങ്ങളോട് വിയോജിക്കുന്നു, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നതിൽ ഒരു ഭംഗി കുറവുണ്ട്. അത് നിയമപ്രകാരം പലപ്പോഴും ശരിയുമല്ല. ഹായ് സാർ, ഐ എം ഗാർഗി. എഴുത്ത്, വായന, ഫുട്ബോള്, സൈക്ലിങ്, അഭിനയം എന്നിങ്ങനെ കുറേ ഇൻട്രസ്റ്റുകളും പാഷനും ഉള്ള ആളാണ് സാറെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സാറിൻ്റെ സിവിൽ സർവീസ് സെലക്ഷനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കൈകാര്യം ചെയ്തപ്പോഴും ഈ പാഷൻ എങ്ങനെയാണ് സാറ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതെന്നും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? വളരെ ചെറുപ്പകാലം മുതൽ തന്നെ മറ്റു പല കാര്യങ്ങളിലും താല്പര്യം എനിക്കുണ്ടായിരുന്നു. അത് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രദ്ധ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു.
സിവിൽ സർവീസിൽ കയറിയ ശേഷം ഒരുപക്ഷെ എനിക്ക് താല്പര്യമുള്ള മേഖലകളിലെല്ലാം ഒരേപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന ഒരു ദുഃഖം എനിക്കുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു നല്ല പാഠം അതിലുള്ളത് ടൈം മാനേജ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പണിക്കും ഒരു സമയമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ സർക്കാർ ഉദ്യോഗം എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗം 6 മണിക്കൂറും ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, 16 മണിക്കൂർ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ എൻ്റെ സർക്കാരിൻ്റെ സർവീസിൻ്റെ സമയത്ത് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം, ജോലിക്ക് കൂറ് നൽകേണ്ടത് നമ്മൾ 100-ന് 100 നൽകണം. പൂർണ്ണമായിട്ടുള്ള ഇമേഷനോട് കൂടി കമ്മിറ്റ്മെൻറ്റോട് കൂടി തന്നെ ജോലി ചെയ്യണം. പക്ഷേ അതിനർത്ഥം മറ്റുള്ള ഇൻട്രസ്റ്റ് നമുക്ക് പെർസ്യൂ ചെയ്യാൻ സമയമില്ല എന്നുള്ളതല്ല. എവിടെയാണ് ആ വര വരയ്ക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ സമയം നമ്മൾ തന്നെ മാനേജ് ചെയ്താൽ നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മൾ എന്താണോ, നമ്മളിപ്പോൾ നിങ്ങളൊക്കെ പഠിക്കുന്നവരാണ്, പഠിക്കുന്ന സമയത്ത് തന്നെ മറ്റു പല താല്പര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ സൈക്ലിങ് പോലെയുള്ള കാര്യങ്ങൾ എൻ്റെ പഴയൊരു ഫിലോസഫിയാണ്, നമ്മൾ ഫിസിക്കലായിട്ട് ഫിറ്റ് അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ ഫിറ്റല്ല എന്നുള്ളത്. അതുകൊണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ റുട്ടീൻ, നമ്മുടെ ദിനചര്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി തന്നെ വെക്കണം എന്നൊരു അഭിപ്രായം കൂടി നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. ഹായ് സർ, എൻ്റെ പേര് റൈഷ ഗൈസ്. എൻ്റെ പേരൻസ് 2 പേരും ടീച്ചേഴ്സാണ്. അപ്പം അവർക്ക് തന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ടൈം കിട്ടാറുള്ളത് വളരെ കുറവാണ്. ഇപ്പം ശാരദ മാമും സാറും തന്നെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാറുള്ളത്? ഫാമിലി ടൈം വേണ്ടത്ര സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന ദുഃഖം എനിക്കുണ്ടായിരുന്നു. അത് ഒരു പ്രയാസമായിട്ട് തന്നെ എൻ്റെ മനസ്സിലുണ്ട്. കാരണം ജോലിയുടെ സ്വഭാവം അനുസരിച്ച് പല സമയങ്ങളിലും ധാരാളം യാത്രകളുണ്ടാവും, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റിലൊക്കെ മീറ്റിങ്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾ വളരുന്ന പ്രായത്തിൽ കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടില്ല എന്നൊരു പ്രയാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഐ തിങ്ക് ഇപ്പോൾ അവരൊക്കെ വലിയ ആൾക്കാരായി, അഡൾട്ട്സായി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾ ചെലവഴിക്കുന്ന സമയം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ ടേംസ് ഓഫ് എവറി ഡേ ഇത്രയും സമയം ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ഹോംവർക്കിനൊന്നും എനിക്ക് പലപ്പോഴും സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ചെലവഴിക്കുന്ന സമയം നല്ല ക്വാളിറ്റിയിൽ ചെലവഴിക്കാൻ ശ്രദ്ധിച്ചു. അതായത് ആ സമയത്ത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല, കുട്ടികൾക്ക് വേണ്ടി മാത്രം. ഞാൻ കളിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും കുട്ടികളുടെ കൂടെ കളിക്കും, അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ റെഗുലറായിട്ടുള്ളൊരു ഞാൻ ഓവർസീ ചെയ്തിട്ടില്ല എങ്കിലും അവരുടെ പ്രധാനപ്പെട്ട അക്കാഡമിക് ഡൗട്ട്സ് ചോദിക്കാനുള്ള സമയം കാണുമായിരുന്നു, കളിക്കാനുള്ള സമയം നിർബന്ധമായിട്ടും കാണുമായിരുന്നു. ഹലോ സർ, നമസ്കാരം. ഞാൻ ഐഷ ബേബി. സാറിനെ കാണുമ്പോൾ എനിക്ക് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന്, മുണ്ടെടുക്കാറുള്ള ഒരു IAS ഓഫീസർ, അതുപോലെ മലയാളത്തിൽ ഒപ്പിടുന്ന ഒരു ഓഫീസർ. സാധാരണ നമ്മൾ IAS ഓഫീസർമാരൊക്കെ കാണുമ്പോൾ പാൻറ്റും സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ എന്താണ് സാറിൻ്റെ ഈ മോഡേൺ സ്റ്റൈലും ട്രഡീഷണൽ സ്റ്റൈലും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന പിന്നിലുള്ള ഗുട്ടൻസ് എന്താണ്? ഇന്ന് ഞാൻ മുണ്ടെടുക്കേണ്ട ആളായിരുന്നു, ഇന്ന് സമയം കിട്ടിയിട്ടില്ല. ബാഗിൽ മുണ്ടുണ്ട്, സ്റ്റേഷനിൽ നേരെ ഓടി വരിക അങ്ങോട്ട്. മാറാനുള്ള സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മുണ്ടിലേക്ക് മാറുമായിരുന്നു. മുണ്ടെടുക്കുന്നത് പ്രത്യേകിച്ചൊരു എന്താ പറയുക, ഒരു വാശിപ്പുറത്തൊന്നുമല്ല. ഇപ്പോൾ മുനീർ സാഹിബ് മുണ്ടെടുത്തിരിക്കുന്നത്, എനിക്ക് മുനീർ സാഹിബിനെ കാണുമ്പോഴേ എനിക്ക് അസൂയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കംഫേർട്ട് എനിക്ക് ഈ പാൻറ് ഇടുമ്പോൾ കിട്ടുന്നില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഈ ഹോട്ട് ഹ്യൂമിഡ് വെതറിൽ ഏറ്റവും നല്ലത് മുണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു വേഷം എന്ന നിലയിൽ മുണ്ടെടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് നമ്മുടെ ഈ ഹ്യൂമിഡിറ്റിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വേഷമാണത്. ഞാൻ വർഷങ്ങളായിട്ട് മുണ്ടാണ് ഉടുത്തിരുന്നത്. മുണ്ടെടുക്കുന്നതിന് ഞാൻ മറ്റുള്ളവരോട് പറയുമെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, മുണ്ട് വളരെ ഇൻകൺവീനിയൻ്റാണ്. ഉടുക്കുന്നവർക്കറിയാം ഹൈ മെയിൻ്റനൻസ് ആണ്, ഇൻകൺവീനിയൻ്റാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ വാലറ്റും പേഴ്സും പെന്നും മൊബൈൽ ഫോണും ഒക്കെ വെക്കാൻ ഒരു മാർഗ്ഗമില്ല. ഇപ്പോൾ പോക്കറ്റുള്ള മുണ്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ നോക്കുമ്പോൾ പാൻറ്റാണ് സൗകര്യം. അതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഈ പാൻറ് ഇട്ടിട്ടുള്ളൊരു ശീലത്തിലേക്ക് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. മലയാളത്തിൽ ഒപ്പിടുന്നത് മറ്റൊരു കാരണമൊന്നുമില്ല. എനിക്ക് മലയാളം ഭാഷ എന്ന നിലയിൽ
എനിക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് മലയാളം പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മലയാളത്തിനെ ഒരു ക്ലാസ്സിൽ സാറുമാർ പഠിപ്പിച്ച് തന്നിട്ട് പഠിച്ച ഒരു കാര്യമല്ല. ഞാൻ പത്രം വായിച്ചും പുസ്തകം വായിച്ചും സ്വായത്തമാക്കിയ ഒരു ഭാഷയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള ഭാഷയോടുള്ള എൻ്റെ അടുപ്പം മറ്റൊരു തലത്തിലാണ്. ഞാൻ സർവീസിൽ കയറുമ്പോൾ എല്ലാവരും അന്ന് ടൈ കെട്ടിയിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ ഓഫീസിൽ പോകാന്നുള്ളത് മറക്കരുത്. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇന്ന് അതൊക്കെ ഒഴിവായതായിരുന്നു. പക്ഷേ ഇംഗ്ലീഷിൽ നിന്ന് നമ്മളിപ്പോഴും നമ്മൾ മാറിയിട്ടില്ല. ഞാൻ ഇംഗ്ലീഷ് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്ത ഒരാളാണ്. എന്താണ് എൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം മലയാളത്തിനേക്കാൾ കൂടുതലുണ്ട് എനിക്ക്. എങ്കിലും ഞാൻ മനസ്സിലാക്കിയത് എന്താണ്, നമ്മുടെ ജോലി ചെയ്യുന്നത് എവിടെയാണ്? ജനങ്ങൾക്കിടയിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണ് ഉദ്യോഗസ്ഥർ. ജനങ്ങളുടെ ഭാഷയിലാണ് ഉദ്യോഗസ്ഥർ ജനങ്ങളോട് സംസാരിക്കേണ്ടത്. സർക്കാരിൻ്റെ ഉത്തരവുകളായാലും സർക്കാരിൻ്റെ കടലാസുകളായാലും സർക്കാരിൻ്റെ ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ നമ്മൾ നടത്തുന്ന ഏത് വിനിമയവും ജനങ്ങളുടെ ഭാഷയിലാകണമെന്ന് നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സർവീസ് കാലഘട്ടത്തിൽ മുഴുവൻ ഞാൻ മലയാളത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള, മലയാളം കൂടുതൽ നമ്മൾ സ്വീകരിക്കാനും ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള അനവധി കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഹായ് സാർ, ഞാൻ ജ്യോതി റഹ്മാൻ. സാറ് തൃശ്ശൂർ സബ് കളക്ടർ ആയത് മുതൽ ചീഫ് സെക്രട്ടറി ആയ കാലഘട്ടത്തിനിടയിൽ നിരവധി പദവികളിൽ ഇരുന്ന വ്യക്തിയാണല്ലോ. അതിൽ സാറിന് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച പദവി ഏതാണെന്ന് പറയാമോ? ഞാൻ ഈ 34 വർഷത്തിന് ശേഷം റിട്ടയർ ചെയ്യുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മേഖല കേരളത്തിലെ ടൂറിസം രംഗമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. വർഷങ്ങളോളം എനിക്ക് പല രീതിയിൽ കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി. ഞാൻ ടൂറിസത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിൽ ടൂറിസം വേണ്ട എന്ന് പറയുന്ന ഒരു ജനതയുടെ മുന്നിലേക്കാണ് ഞാൻ ടൂറിസവുമായിട്ട് കടന്നു വന്നിട്ടുള്ളത്. 90കളുടെ ആദ്യ ഭാഗത്ത് കേരളത്തിൽ ടൂറിസം വ്യവസായത്തിനെതിരെ സമരങ്ങൾ നടന്നിരുന്നു. നമ്മുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത്. ഇന്നിപ്പോൾ സമൂഹത്തിൻ്റെ ഒരു 100% ഭാഗത്തു നിന്നും സഹകരണം ഈ മേഖലയ്ക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു മേഖല ടൂറിസമാണ് എന്ന് ഏറെക്കുറെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉള്ള ഒരു പ്രവർത്തനത്തിന് ഞാനും കൂടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ടൂറിസത്തിൻ്റെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കും കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഇത്രയും കൂടുതൽ മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യവസായമില്ല. നമ്മൾ ഒരു അതിഥിയെ സ്വീകരിക്കുകയും ആ അതിഥിക്ക് സന്തോഷപ്രദമായ ഒരു സമയം കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മളെല്ലാവരും കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് ഇന്നത്തെ ആധുനിക ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഒരല്പസമയം ഈ സമ്മർദ്ദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വരുമ്പോൾ ആ അതിഥിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്ന ആതിഥേയ സ്വഭാവം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. മാത്രവുമല്ല, ടൂറിസത്തിന് നമ്മുടെ ഇവിടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ധാരാളം പേർക്ക് ജോലിയില്ലാതെ നിൽക്കുന്നു. അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ പ്രശ്നത്തിനെ പരിഹാരമായിട്ട് നമുക്ക് കാണാൻ ടൂറിസത്തിന് വലിയ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കും. ഇനിയും ധാരാളം മുന്നോട്ട് പോകാനുണ്ട് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഹായ് സർ, ഐ എം ഹെലൻ മറിയം. സർ, 1988 സർ സിവിൽ സർവീസ് പാസ്സായെങ്കിലും തുടർന്നുള്ള 2 വർഷം സർ ഒരു ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്തത്. ശേഷം വീണ്ടും സർ ഒരു 1990-ലാണ് സർ സർവീസിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ഇവിടെ നേരത്തെ നമ്മൾ സംസാരിച്ച അബ്ദുറഹ്മാൻ സാറും പറയുകയുണ്ടായി. അപ്പം ഈ ഒരു മെഡിസിനൽ ഫീൽഡിൽ നിന്നും ഈ ഒരു IAS ഓഫീസർ എന്ന നിലയ്ക്ക് ആ ഒരു മാറ്റത്തിന് എന്താണ് സാറിൻ്റെ കാരണം? ആൻഡ് ഓൾസോ വാട്ട് ഫാസിനേറ്റ് യു ഇഫ് യു ബിക്കം എ ഡോക്ടർ ഓർ ആൻ അഡ്മിനിസ്ട്രേറ്റർ? MBBS കഴിയുന്ന സമയമായപ്പോഴേക്ക് തന്നെ എനിക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായിരുന്നു. ഒരു ക്ലിനിക്കൽ മെഡിസിൻ, അതാണല്ലോ നമ്മുടെ MD, MS അങ്ങനെയുള്ള പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ നടത്തി ക്ലിനിക്കൽ മെഡിസിനിലുള്ള ഒരു കരിയറിനുള്ള അർപ്പണ മനോഭാവമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. MBBS എന്ന് പറയുന്നത് തികഞ്ഞ അർപ്പണ മനോഭാവത്തോടു കൂടി, തികഞ്ഞ ഡെഡിക്കേഷനോട് കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ്. അതൊരു 10 to 5 പ്രൊഫഷനല്ല. ആ പ്രൊഫഷനുള്ള മനസ്സും അതിനു വേണ്ടിയിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ക്ലിനിക്കൽ മെഡിസിനിൽ നിൽക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഞാൻ അന്നേ കണ്ടിരുന്നത്, എനിക്കാണെങ്കിൽ ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള വലിയ താല്പര്യം അന്നേ ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ കണ്ടിരുന്നത് ഈ MBBS കഴിഞ്ഞിട്ട്
നമുക്ക് സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന ഒരു മേഖലയുണ്ട്. അതായത് നമ്മുടെ ജനങ്ങൾക്കിടയിലുള്ള സാമൂഹിക വിഷയങ്ങളുമായി കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണത്. ആ മേഖലയിലേക്ക് തിരിഞ്ഞാലോ എന്ന ഒരു ആലോചനയുള്ള സമയത്താണ് സിവിൽ സർവീസ് കൂടി എൻ്റെ ഇതിലേക്ക് കയറി വരുന്നത്. ഞാൻ മുൻപേ ഈ ക്വിസുകൾക്കൊക്കെ പോകുന്നത് കൊണ്ട് പൊതുവിജ്ഞാനത്തെക്കുറിച്ചിട്ടൊക്കെ ഞാൻ അല്പം മുന്നിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ ഒരു മേഖലയാണ് പബ്ലിക് സർവീസ്. ഒരു ഭാഗത്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള അവസരവും കിട്ടും, 2 ഇതുപോലെയുള്ള പൊതുവിജ്ഞാനത്തിൽ നിന്ന് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം വെച്ചുകൊണ്ട് പരീക്ഷകൾ ഒരുപക്ഷെ കുറേ കൂടെ സുഗമമായിരിക്കും എന്ന ഒരു ഇൻപുട്ടാണ് എനിക്ക് കിട്ടിയത്. എന്നാൽ അത് ഇവിടെ നമ്മുടെ അരീക്കോട്ടിനടുത്ത് മുക്കത്താണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. വടകരയും മുക്കത്തും രാമനാട്ടുകരയും ഒക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തയ്യാറെടുപ്പ് ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു MBBSൽ നിന്നും സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ എൻ്റെ ഈ പബ്ലിക് സർവീസ് എന്ന ഒരു പാഷൻ ഞാൻ പെർസ്യൂ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഐ എം പൂജ. സർ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ മലപ്പുറത്തെ DD ഓഫീസിൽ ഫയലുകൾക്കിടയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥന് പാമ്പ് കടിയേറ്റുള്ള വിവരം ഞാൻ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ടായിരുന്നു. സർ, ഇപ്പോഴും പാരൻസിൻ്റെ കൂടെയൊക്കെ പല ഓഫീസുകളിലേക്കും പോകുമ്പോൾ അവിടേക്ക് കുറേ പഴയ ഫയലുകൾ കുന്നുകൂടി കിടക്കണ ഞാൻ കാണാറുണ്ട്. അതുകൊണ്ടാണ് സർ ഇത്തരത്തിലുള്ള ചോദ്യം. ഈ ഗവേണൻസ് ട്രാൻസിഷൻ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തിയിട്ടുണ്ട്? ഞാനിങ്ങനെ പറയാം, എൻ്റെ സർവീസിൻ്റെ അവസാനം 3-4 വർഷം, ഈ 2 മാസം മുൻപ് വരെ ഉള്ള വർഷങ്ങളിൽ ഞാൻ പേപ്പർ ഫയൽസ്, ഫിസിക്കൽ ഫയലുകൾ കൈകാര്യം ചെയ്തത് എൻ്റെ മൊത്തം വർക്കിൻ്റെ 5% താഴെയാണ്. 95%-ലധികം എൻ്റെ ജോലി ഞാൻ നിർവഹിച്ചത് ഇലക്ട്രോണിക് ഫയൽസിലാണ്. അപ്പോൾ അതാണ് ഈ ഗവേണൻസിൻ്റെ ഒരു ഭാഗം. അതായത് ഇപ്പോൾ ഈ മലപ്പുറം DD ഓഫീസിൻ്റെ കാര്യം പറഞ്ഞു. അത് ഈ സെക്രട്ടേറിയറ്റാണ് ആദ്യം നമ്മൾ ഈ ഫയൽ സിസ്റ്റം 100% ശ്രമിച്ചത്. അതിപ്പോൾ 100% ആയി നിൽക്കുന്നു. ഇനിയിപ്പോൾ വകുപ്പുകളിലേക്ക് എത്തി. വകുപ്പ് അധ്യക്ഷ കാര്യാലയങ്ങളെല്ലാം ഇപ്പോൾ ഇലക്ട്രോണിക് ഫയലിംഗ് സിസ്റ്റത്തിലേക്ക് വന്നു. പക്ഷേ ഇനിയും താഴേക്ക് വരാനുണ്ട്. ഇനി അടുത്ത 2 വർഷം കൊണ്ട് കേരളത്തിൽ സമ്പൂർണ്ണമായിട്ടും ഇലക്ട്രോണിക് ഫയലിലേക്ക് മാറും സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ. അന്ന് ഈ പാമ്പുകൾ ഇവിടെ പോകും എന്നുള്ളതിനെക്കുറിച്ചൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ അതൊന്ന്. എന്നാൽ ഈ ഗവേണൻസ് എന്ന് പറയുന്നത് ഈ ഫയൽസ് മാത്രമല്ല. ഈ ഗവേണൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, വില്ലേജ് ഓഫീസുകളിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഓഫീസിൽ നമ്മുടെ റേഷൻ കടയുടെ ബന്ധപ്പെട്ടിട്ടുള്ള കടലാസുകൾ ശരിയാക്കാൻ ഓരോ സ്ഥലത്തും നമ്മൾ കയറി ഇറങ്ങുന്നു. ഈ കയറി ഇറക്കം എന്ന് പറയുന്നത് ഒരു പൗരനോട് ചെയ്യുന്ന വലിയ ഒരു ഇതാണ്, ഒരു തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ, പ്രത്യേകിച്ചും ഈ ഗവേണൻസിൻ്റെ കാലഘട്ടത്തിലായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് എനിക്ക് വീട്ടിലിരുന്ന് ലഭിക്കാൻ പറ്റണം. എനിക്കൊരു അപേക്ഷ വെക്കാനുണ്ട്. ആ അപേക്ഷ ഞാനൊരു ഇമെയിലിലൂടെ അല്ലെങ്കിൽ ഒരു ആപ്പിലൂടെ എനിക്ക് ചെയ്യാൻ സാധിക്കണം. ആ രൂപത്തിലുള്ള ഇതാണ് നമ്മൾ ഇതിൽ പറയുന്നത് ഈ ഈസ് ഓഫ് ഗവേണൻസ് ആണ്. ആൾക്കാർക്ക് വളരെ സരളമായി തന്നെ സർക്കാരുമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തണം. അതിൻ്റെ നല്ല ഒരു പുരോഗതി കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ഇപ്പോൾ ലൈസൻസുകളാകട്ടെ, നമ്മുടെ പെർമിറ്റുകളാകട്ടെ, സർട്ടിഫിക്കറ്റുകളാകട്ടെ, ഇതെല്ലാം ഏറെക്കുറെ ഇപ്പോൾ ഇലക്ട്രോണിക് രൂപത്തിൽ നമുക്ക് ലഭിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോംസ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. കേരളം ഈ ലിറ്ററസിയിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയാകുന്ന തരത്തിൽ ഈ ഗവേണൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിലേക്ക് ഇനിയും ഒരല്പം കൂടി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. സാർ, എൻ്റെ പേര് യാസി, +2 ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്നു. അപ്പം സാറ് സർവീസിനിടയിൽ ഏറ്റെടുത്ത ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നായിരുന്നു റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. 2018-19 കേരളങ്ങളിൽ പ്രളയങ്ങളിൽ തകർന്നുപോയ കേരളത്തിൻ്റെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ അതൊന്നുകൂടി എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇനിയും ദുരിതങ്ങൾ അതിജീവിക്കും വിധം പുനർനിർമ്മിക്കാനുള്ള സർക്കാരിൻ്റെ പദ്ധതി. അന്ന് ആ പദ്ധതി നിർവഹണത്തിൽ എനിക്ക് തോന്നുന്നു സാറ് റവന്യൂ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ആ ചാർജ് ഏറ്റെടുത്തത്. ആ പദ്ധതിയുടെ നിർവഹണത്തിൽ സാറ് നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു എന്നറിയാൻ ആഗ്രഹം. ആ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പറ്റി അറിയാൻ ആഗ്രഹമായിരുന്നു. നമ്മുടെ സംസ്ഥാനം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായിരുന്നു ആ സമയത്തുള്ള പ്രകൃതി ദുരന്തം. ഒരു പരമ്പര തന്നെയായിരുന്നു. വെള്ളപ്പൊക്കമാണെങ്കിൽ വെള്ളപ്പൊക്കം, മറുഭാഗത്ത് മലയിടിച്ചിലുകൾ ഉണ്ടാവുന്നു, ഉരുൾപൊട്ടലുണ്ടാവുന്നു, അങ്ങനെയുള്ള
അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ പലതും വാഷ്ഡ് അവേ, ഡിസ്ട്രോയ്ഡ്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് കേരളം, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയൊന്നും കൈവരിച്ചിട്ടില്ല നമ്മുടെ സംസ്ഥാനം. വളരെ ഫ്രജൈലാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ പരിമിതമാണ്. ആ ഒരു ചുറ്റുപാടിൽ ഈ പ്രളയം നമുക്ക് തന്നിട്ട് പോയ ഈ ആഘാതങ്ങളെല്ലാം മറികടക്കുക എന്നുള്ളത് ഈ ചെറിയ സംസ്ഥാനത്തിന് സാധിക്കുന്നൊരു കാര്യമായിരുന്നില്ല. നമ്മുടെ വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. ആ സമയത്താണ് ലോകബാങ്കുമായി ഞാൻ ചർച്ചകളിലേക്ക് ഞാൻ ലോകബാങ്കിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് ഉടൻ തന്നെ ഞാൻ ബന്ധപ്പെട്ടു. അവരുടെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായൊരു സമീപനം ഉണ്ടായി. അങ്ങനെ അവർ ഒരു ടീം ഓഫ് എക്സ്പേർട്സുമായിട്ട് ഇവിടെ വന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു 2 മാസം കൊണ്ട് തന്നെ എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്, എന്തെല്ലാമാണ് തിരിച്ചു പിടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനം നടത്തി. ആ അവലോകനത്തിൽ നിന്നാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് നമുക്ക് വേണ്ടി സ്വയം വെച്ചിട്ടുള്ള ഒരു ചാലഞ്ച് എന്തായിരുന്നു? ബിൽഡ് ബാക്ക് ബെറ്റർ. നമുക്ക് തിരിച്ച് പണിയണം, വി ഹാവ് ടു ബിൽഡ് ബാക്ക്. പക്ഷേ അങ്ങനെ തിരിച്ച് പണിയുമ്പോൾ അത് ബെറ്റർ ആവണം. അതായത് ഒരു റോഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ റോഡ് അതുപോലെ ടാർ ചെയ്താൽ പോരാ. നാളെ ഇതുപോലെ ഒരു ആഘാതം വന്നാൽ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള തരത്തിലുള്ള സാങ്കേതിക വിദ്യ കൊണ്ടുവേണം റോഡ് പണിയാൻ. നിങ്ങൾക്കൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നറിയില്ല, നമ്മുടെ റോഡുകളുടെ നിർമ്മാണ രീതികൾ തന്നെ മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട്. ആ മാറ്റത്തിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചത് ഇതുപോലെയുള്ള റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പോലെയുള്ള ചില ഇനീഷ്യേറ്റീവ്സാണ്. അങ്ങനെയാണ് അത് സാമ്പത്തികമായിട്ട് കുറേ കൂടി ചിലവ് ഉള്ള കാര്യമാണ് നമ്മളീ പറയുന്നത്. പക്ഷേ ആ ചിലവ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി നമ്മൾ കണ്ടുകൊണ്ട് ലോകബാങ്കിൽ നിന്നുമൊക്കെ ധാരാളം വായ്പ നമുക്ക് ലഭിച്ചതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് കടക്കാൻ സാധിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിലൂടെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ, അത് റോഡാവട്ടെ, കനാലാവട്ടെ, ഡാമുകളാകട്ടെ, ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, അതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാനും തിരിച്ച് നന്നായിട്ട് പുനർനിർമ്മിക്കുവാനും സാധിച്ചു.